ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും അങ്ങനെ ഫൈനലി നമ്മൾ കുറേ നാളത്തെ ഒരു വെക്കേഷനൊക്കെ ശേഷം നിങ്ങളെല്ലാവരും സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പം ഇന്ന് നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വെച്ച് വിചാരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടുണ്ടാകും. കുറേ പേർക്കൊക്കെ ആണെങ്കിൽ പുതിയ സ്കൂളായിരിക്കും, പുതിയ ടീച്ചേഴ്സായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ളത് എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാനുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിൽ ചെറിയ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ക്ലാസ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ പതിയെ എന്ത് തുടങ്ങും, നമ്മുടെ ക്ലാസ്സുകളും സബ്ജക്ട്സും ഒക്കെ ഓരോരുത്തർ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങും. അപ്പം നിങ്ങൾക്ക് ഇനി ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, കാരണം നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതിനേക്കാൾ ഒരു പടി കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തന്നെ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അത് ഫസ്റ്റ് ഉള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. പതിയെ അത് നിങ്ങൾ അതിനോടങ്ങോട്ട് ശരിയായിക്കോളും. ഓക്കെ, അപ്പം കുറച്ച് മക്കൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വിചാരിക്കാത്ത സ്കൂളിലായിരിക്കും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം അവരെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും അതേപോലെ തന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെയുള്ളൊരു ചാൻസ് ആയിട്ട് കരുതാം. ഇനിയിപ്പോൾ കുറച്ച് മക്കൾക്കാണെങ്കിൽ ചിലപ്പം ഇപ്പോഴും അഡ്മിഷൻ വരാതിരിക്കുന്നുണ്ടാകും, അല്ല അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല മക്കളെ. കാരണം നമുക്കിനി ലാസ്റ്റത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ ഇനി വരാനുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പം വിചാരിച്ച സ്കൂളിലല്ല മിസ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, എനിക്ക് വേറെ സ്കൂളാണ് താല്പര്യം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് വരാത്ത മക്കൾക്കാണെങ്കിൽ നമുക്ക് ഇനിയൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ ആ ഒരു ക്ലാസ് റൂമും ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു +1 +2 ലൈഫ് സൂപ്പർ ആക്കുക. അപ്പം ആദ്യം മിസ്സിന് എപ്പോഴും എല്ലാവരും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ മിസ്സിനൊരു കുഞ്ഞു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒന്ന് പഠിച്ച് തുടങ്ങുക. അങ്ങനെ പഠിച്ച് തുടങ്ങി ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ അങ്ങ് കയറി പോകും. അതല്ലാതെ നമ്മൾ SSLCയിൽ ചെയ്തതുപോലെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അത് +1 സബ്ജക്ട്സും അതിൻ്റെ കണ്ടൻറ്റും ഒന്നും നമുക്ക് എത്രത്തോളമാണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മളൊരു ഈസി മൈൻഡിൽ എടുക്കുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ പറ്റുന്ന അത്രയും എൻ്റെ മക്കൾ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരിക്കുന്നുണ്ട്, ബുക്ക് എടുത്ത് കുറച്ച് നേരം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എൻ്റെ മക്കളെല്ലാവരും അങ്ങനെ നമ്മുടെ +1 പഠിച്ചു തുടങ്ങുകയാണ്. ഇനിയിപ്പം നിങ്ങൾ കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു ഓപ്ഷനൊക്കെ ഉണ്ട്, അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് തോന്നുന്നുണ്ടാകും, അപ്പോൾ ആദ്യമായിട്ട് ഇനിയിപ്പോൾ +1ൻ്റെ കണ്ടൻറ്റൊക്കെ കാണുന്ന സമയത്ത് അയ്യോ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ, അങ്ങനെ തോന്നാൻ കുറച്ചൊരു പോർഷൻ വിഭാഗം മക്കൾക്കൊരു ചാൻസ് ഇല്ല. കാരണം അവർ മിക്കവാറും നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ച് സ്റ്റുഡൻസ് ആയിരിക്കും. അവർ ചിലപ്പോൾ 1, 2, 3 ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടാവും അല്ലേ, ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നെ സ്കൂളിൽ നിന്ന് ഇനി പഠിപ്പിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അതേപോലെ എൻ്റെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് നമ്മളുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ +1 സയൻസ് ആണ് എൻ്റെ മക്കളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്. ഇനി കൊമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടെ നീറ്റ് കോച്ചിങ് വേണമെങ്കിൽ പൃഥ്വി ബാച്ചും, ഇനി JEEക്കാണെങ്കിൽ നമ്മുടെ യോധ ബാച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പതിയെ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല. റെഡി അല്ലേ? അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ മിസ് ദേ ഈ കാണുന്ന നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇതിനിപ്പോൾ JEE NEET ഒക്കെ ആണെങ്കിൽ 8999 ആണ്. അതല്ല നോർമൽ NCERT സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ ഇതാണ് നമ്മളുടെ ബാച്ച് ഫീ. ഈ ഒരു നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഇപ്പം നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചസിലാണെങ്കിൽ. കാരണം മലയാളം മീഡിയം ആയിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ നമ്മുടെ ബാച്ചിൽ പഠിച്ച ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഫുൾ മാർക്ക് വാങ്ങിച്ച ആൾക്കാരും 519 വാങ്ങിച്ച ആൾക്കാരും 518 വാങ്ങിച്ച ആൾക്കാരും അതേപോലെ ഇത്രയും അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയ ഒരു ബാച്ചിലാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ +1 ഒക്കെ പഠിക്കുക, സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുക. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.